നല്ല ആരോഗ്യമുള്ള ഉയരമുള്ള കരുത്തുള്ള ഒരാൾ ഭാരം കുറഞ്ഞ ഒരാളെയാണ് എടുത്ത് നിൽക്കുന്നതെങ്കിൽ കൂടുതൽ സമയം നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ ഭാരം എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ലൊലീറ്റയും ഷിജിനും ഒന്നിച്ച് ഈ ഗെയിം കളിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഈ രണ്ടാമത്തെ ഒരു കാര്യം, ലൊലീറ്റയെ സംബന്ധിച്ച് രാകേഷിനെ തിരഞ്ഞെടുക്കാതിരിക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഓൾറെഡി പല കണ്ടസ്റ്റൻസും ഇവിടെ ഗ്രൂപ്പായിട്ട് കളിക്കുന്നുവെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജഡ്ജസും പലപ്പോഴായിട്ട് കുത്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് കളി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, പെങ്ങൾ പാസം എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ, ക്യൂട്ട്നെസ് എറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലൊലീറ്റയുടെ നേരെ ഓൾറെഡി വരുമ്പോൾ രാകേഷിനെ തന്നെ കൂട്ടിപ്പിടിച്ച് ഈ ടാസ്കുമായിട്ട് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തുടർന്നുള്ള അവരുടെ ഗെയിമിനെയും ഇമേജിനെയും ബാധിക്കും. കാരണം ഓൾറെഡി ഗ്രൂപ്പിസം എന്ന് പറയുന്ന ഒരു ആരോപണം നിലനിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ ബുദ്ധിപരമായിട്ട് അവരെന്ത് ചെയ്തു, ഷിജിനോടൊപ്പം തന്നെ ഈ ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. അതിനെയും ശരിക്കും ജഡ്ജസ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്തു. അതായത് ഒരു ദിവസം മുമ്പ് ഷിജിലാലും അതുപോലെ ഈ ഷാമോനും ഫ്രണ്ട്ഷിപ്പ് കളിച്ചു, നൻപർ ഗെയിം കളിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രൊമോക്കായിട്ടുള്ള രഞ്ജിനി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ എപ്പിസോഡ് വരുമ്പോഴേക്കും ലൊലീറ്റ എന്തുകൊണ്ട് രാകേഷിന്റെ കൂടെ നിന്നില്ല? ഞങ്ങൾ പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള, ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ടീം തിരഞ്ഞെടുക്കാനല്ലേ? രാകേഷ് ആണോ ക്ലോസ് അതോ ഷിജിനാണോ ക്ലോസ്? എന്തുകൊണ്ട് രാകേഷിന്റെ കൂടെ നിന്നില്ല? വെറുതെ അതിനെ പറ്റിയാക്കരുത്, ഞങ്ങളെ പൊട്ടനാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജിനി എന്തൊക്കെയോ പറയുന്നത് ശരിക്കും അതൊന്നും പൊരുത്തപ്പെടുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ രണ്ടുപേര് ഫ്രണ്ട്ഷിപ്പ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുന്നു, തുടങ്ങി പോകുന്നു. ഇത് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന സ്ഥലമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കേണ്ട സ്ഥലമാണ്, ഇത് ഓഡീഷനാണ്, ഇവിടെ ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ, നിങ്ങൾ കാണിച്ചത് ശരിയായില്ല, ഞങ്ങളെ പുട്ടന്മാരാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവന് പോകുന്നു. എന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് ഇവർ കൊടുക്കുന്ന ടാസ്ക് എന്താണ്? ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട്